ഷീസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പം സദ്യയിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അവിയൽ. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയാൽ നമ്മൾ സദ്യക്കും കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചതച്ച് നമുക്ക് അവിയലിനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരയുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത് നിങ്ങൾ മഞ്ഞൾപ്പൊടി കുറച്ച് 1/2 ടീസ്പൂൺ മതി, ബാക്കി നമ്മൾ കഷ്ണത്തിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മുരിങ്ങയ്ക്കായ, പിന്നെ ഏത്തയ്ക്ക, ചേന, ക്യാരറ്റ്, വെള്ളരിക്കയുടെ ഒരു ചെറിയ കഷ്ണം, പിന്നെ പയർ, അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. നമുക്കറിയാലോ സാധാരണ അവിയലിനുള്ള കഷ്ണങ്ങൾ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നതെങ്കിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അതിന് ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടുക. വെളിച്ചെണ്ണയും കൂടി നമ്മൾ ആദ്യം തന്നെ ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടെങ്കിലും ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം വളരെ കുറച്ച്, നമുക്ക് ആ കഷ്ണങ്ങൾ വെന്ത് കിട്ടാനുള്ള ഇതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ അരപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഉള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കുകയാണ്. അതിന് ശേഷം തേങ്ങയും ജീരകവും ഒക്കെ കൂടി ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അവിയൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചട്ടുകോ എന്തെങ്കിലും വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കുകയാണെങ്കിൽ ചേനയുടെ കഷ്ണം അങ്ങനെ എന്തെങ്കിലും നല്ല വേവുള്ളൊരു കഷ്ണം മുറിച്ച് നോക്കിയാൽ അത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുളി ചേർക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ നേരത്തെ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പുളി നമ്മളൊന്ന് ആദ്യം കുറച്ച് ചേർത്ത ശേഷം ഒന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കിത് പുളി ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരപ്പ് ചേർക്കാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങയും ഉള്ളിയും മുളകും ജീരകവും കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് പൊത്തി വെച്ച ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇത് അടച്ചു വെച്ചൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആവി കയറുന്നോടം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറിയ തേങ്ങയൊക്കെ ഒന്ന് ഇതാവുന്നോടം വരെ. അപ്പോൾ എന്താ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് ചിലവർക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധികം വെള്ളം വറ്റിച്ചെടുക്കണ്ട. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ടെങ്കിൽ ആ വെള്ളം ഒരുപാട് വറ്റിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് അവിയൽ റെഡിയായി. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കി നോക്കുക.